സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഇന്ന് വളരെ കൂടുതലായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിൽ എന്തും അവർ പറഞ്ഞ് പണം സമ്പാദിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അറിവ് പകർന്നു കൊടുക്കുന്നു, പാചകം ചെയ്യുന്നു, എന്തിനു പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ബയോളജിക്കലായിട്ടുള്ള, അതായത് ഒരു ഡോക്ടർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പോലും പല ആൾക്കാരും ഗൂഗിളിൽ തപ്പി പറയുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ പല ആൾക്കാരും വീണ് പോകുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പണി വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വിവിധ വിഷയങ്ങളിൽ ഉപദേശം നൽകുന്ന, സ്വാധീനം ചെലുത്തുന്നവർക്കെതിരെ നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ്. പേടിച്ചുപോയോ? അതായത് ഇത് ഇന്ത്യയിലല്ല, മറിച്ച് ഇത് ചൈനയിലാണ് വരാൻ പോകുന്നത്. ഇനി ഒന്ന് ആശ്വസിക്കാം. അതായത് ചൈനയിലാണ് ഈ കാര്യങ്ങൾ വരാനായിട്ട് പോകുന്നത്. ചൈന 2025 ഒക്ടോബർ 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമങ്ങൾ പ്രകാരം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ സോഷ്യൽ മീഡിയയിൽ ഡോക്ടർമാർ, അഭിഭാഷകർ, സാമ്പത്തിക ഉപദേഷ്ടാക്കൾ, അധ്യാപകർ എന്നിങ്ങനെ വേഷമിടുന്ന, സ്വാധീനം ചെലുത്തുന്നവർക്ക് അതത് മേഖലകളിലെ ഔദ്യോഗിക ബിരുദങ്ങളും പ്രൊഫഷണൽ ലൈസൻസുകളും ഹാജരാക്കുന്നത് നിർബന്ധമാക്കി. അതായത് നിങ്ങളിപ്പോൾ ശരീരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാണെന്ന് ചൈനീസ് സർക്കാരിന് ബോധ്യമുണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ വന്നിരുന്ന് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ഉപദേശം നൽകുന്ന ആൾക്കാർക്കെതിരെയാണ് ചൈനീസ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഉള്ളടക്കം നിയന്ത്രിക്കലാണ് ചൈനയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സർക്കാരിൻ്റെ ഈ നടപടി ചൈനയിലെ ഓൺലൈൻ ഉള്ളടക്കത്തിൻ്റെ സുതാര്യത വർദ്ധിപ്പിക്കും. ക്രമരഹിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഉള്ളടക്കത്തെയും ഇത് തടയും. ചൈനയിലെ ഏറ്റവും ജനപ്രിയമായ സോഷ്യൽ മെസ്സേജിംഗ് സൈറ്റാണ് വീചാറ്റ്. ഇതിന് പ്രതിമാസം 1.3 ബില്യൺ ഉപയോക്താക്കളുണ്ട്. ഈ ആപ്പിന് സന്ദേശമയക്കൽ, പേയ്മെൻറ്റ്, മിനി ആപ്പുകൾ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നിവ ചെയ്യാൻ കഴിയും. മാത്രമല്ല ടിക്ടോക്കിൻ്റെ ചൈനീസ് പതിപ്പായിട്ടുള്ള ഡൗയിനും ചൈനയിൽ വലിയ ജനപ്രീതിയുണ്ട്. ഈ ഹ്രസ്വ വീഡിയോ ആപ്പിന് 700 ദശലക്ഷം ഉപയോക്താക്കളുണ്ട്. ഇതിന് പുറമെ ചൈനയിൽ ഒരു മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള വെയ്ബോയും ഉണ്ട്. ഇതിന് 600 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുണ്ട്. സോഷ്യൽ മീഡിയ ആപ്പ് ലിറ്റിൽ റെഡ് ബുക്കിന് 300 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുണ്ട്. ഇപ്പോൾ സ്വാധീനം ചെലുത്തുന്നവർക്ക് തെറ്റായതും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഉപദേശം നൽകുന്നതിന് ഈ ആപ്പുകളെല്ലാം തന്നെ നിയന്ത്രിക്കപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു നടപടിയായിട്ടാണ് ചൈനീസ് മാധ്യമങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.